പ്രിയപ്പെട്ടവരെ, ഫുൾ വീഡിയോ കണ്ടിട്ട് ഇദ്ദേഹം പറയുന്നതൊന്ന് ശ്രദ്ധിക്കണേ. മോട്ടിവേഷനും തമാശകളൊക്കെ ആയിട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയുകൊണ്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. കാണാതിരിക്കരുത് കേട്ടോ. ഇന്ന് കേരള പോലീസിൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ ഒരു വീഡിയോ തുടങ്ങുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ തന്നെ ഞാനത് മുഴുവനായിട്ട് കണ്ടു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ആ ആപ്ലിക്കേഷൻ കയറി ഡൗൺലോഡ് ചെയ്തെടുത്തു. അതിനുശേഷം അത് സെറ്റിംഗ് ചെയ്താണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അതിലെല്ലാ ഓപ്ഷൻസും ഉണ്ട്. ഇത് മാത്രമല്ല, കേരള പോലീസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ടെലിഫോൺ നമ്പർ ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. ആ ഒരു സ്ഥലത്ത് കൃത്യമായിട്ട് നിങ്ങൾ ടെലിഫോൺ നമ്പർ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ആ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP ഇതിനകത്ത് കൃത്യമായിട്ട് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു പേജ് ഓപ്പൺ ആയി വരുന്നത് കാണാം. ആ ഓപ്പൺ ആകുന്ന പേജിനോടൊപ്പം തന്നെ നമുക്കൊരു പെർമിഷൻ ചോദിക്കുന്നുണ്ട്. ആ പെർമിഷനിൽ നിങ്ങൾ അലോ ചെയ്യുക. ഞാൻ അലോ ചെയ്തിരിക്കുന്നത്. അലോ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പേജ് കാണാം. അതിനകത്ത് കേരള പോലീസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. സത്യത്തിൽ സോഷ്യൽ മീഡിയ ആയിട്ട് നിരന്തരം ഇടപെടുന്ന എനിക്ക് പോലും ഈ ആപ്ലിക്കേഷനെ കുറിച്ച് അറിവില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാനത് ഡൗൺലോഡ് ചെയ്തത്. അതുകൊണ്ട് പരമാവധി ആളുകളിൽ ഈ ഒരു വിവരം എത്തിക്കണം. കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരുപാട് ലഹരിയുടെ പ്രശ്നങ്ങളും വിൽപ്പനയൊക്കെ ഉള്ളതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അറിയിക്കാനൊക്കെ വളരെ ഉപകാരപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും വിവരം പോലീസിനെ അറിയിക്കാനുണ്ടോ? അതും രഹസ്യമായി നിങ്ങളുടെ പേരോ വിലാസമോ മറ്റു വിവരങ്ങളോ നൽകാതെ അക്കാര്യം ഞങ്ങളെ അറിയിക്കാം. എങ്ങനെയെന്നല്ലേ? വഴിയുണ്ട്. അതിനായി ആദ്യം കേരള പോലീസിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പായ പോൽ ആപ്പ് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാളേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ ആപ്പിലെ ഷെയർ ഇൻഫർമേഷൻ അനോണിമസ്ലി എന്ന ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് എന്ത് വിവരവും ഞങ്ങളെ രഹസ്യമായി അറിയിക്കാം. ഇത്തരത്തിൽ ഇൻഫർമേഷൻസ് കൈമാറുന്നവരുടെ യാതൊരു വിവരവും റെക്കോർഡ് ചെയ്യപ്പെടുന്നതല്ല. എന്നാ പിന്നെ സമൂഹ സുരക്ഷയ്ക്ക് നിങ്ങളും പങ്കാളിയാവുകയല്ലേ?